വെൽക്കം ടു ഫുട്ബോൾ പേര്. നമ്മളാണെങ്കിൽ കുറച്ച് ക്വിക്കായിട്ടുള്ള ന്യൂസ് സ്പീഡി പറഞ്ഞുവിടുകയാണ്. പറ്റുമ്പോഴൊക്കെ ഇങ്ങനെ ക്വിക്ക് ന്യൂസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഫുട്ബോൾ ഡെയിലി എപ്പിസോഡ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഞാൻ പറയാനായിട്ടുള്ളത്, ചെൽസി ആണെങ്കിൽ നിക്കോ വില്യംസിൻ്റെ സിറ്റുവേഷൻ മോണിറ്റർ ചെയ്യുകയാണെന്ന് ഫെബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് 50 മില്യൺ യൂറോസിൻ്റെ ഒരു റിലീസ് ക്ലോസ് ഈ സമ്മറിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് സ്ട്രോങ് റിപ്പോർട്ടുകളുണ്ട്. ചെൽസി ആർ ഇൻഫോംഡ് അബൌട്ട് ഇറ്റ്. അവർക്ക് ലാസ്റ്റ് സീസണും ഇൻട്രസ്റ്റ് ഉള്ള ഒരു പ്ലെയർ ആയിരുന്നു. വളരെ സൂപ്പർബായിട്ട് തന്നെ ലാലിഗയെ പെർഫോം ചെയ്യുന്നുണ്ട്. പല ബിഗ് ക്ലബ്സും ആളെ നോക്കുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ചെൽസി സിറ്റുവേഷൻ മോണിറ്റർ ചെയ്യാമെന്ന് ഫെബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് നേരെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മെയ്സൺ ഗ്രീൻവുഡിനെ പ്രീ സീസൺ ടൂറിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലോട്ട് കൊണ്ടുപോകുന്നില്ല എന്നാണ് ഡെയിലി സ്റ്റാർ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം 1 ഇയർ ലോൺ ഡീലിനാണ് അദ്ദേഹം ഇപ്പോൾ ഗെറ്റാഫയിൽ കളിക്കുന്നത്. അതിനുശേഷം ആൾ തിരിച്ച് മാൻ യുണൈറ്റഡിലോട്ട് ഈ സമ്മറി വരും. പ്രീ സീസൺ ടൂറിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലോട്ട് കൊണ്ടുപോകാനായിട്ട് തൽക്കാലം മാൻ യുണൈറ്റഡ് പ്ലാൻ ചെയ്യുന്നില്ലെന്നാണ് ഡെയിലി സ്റ്റാറൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ ബാർസലോണ എറിക് ചിപ്പിംഗ് മോട്ടാങ്കിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. സ്പോർട്ട് ആയതിനാൽ തന്നെ എന്തുമാത്രം റിലയബിലിറ്റി ഉണ്ടെന്ന് സംശയമാണ്. എനിക്ക് തോന്നുന്നില്ല ഈ 34 വയസ്സുകാരനായ ഒരു സെൻട്രൽ ഫോർവേഡിനെ ബാർസലോണ നോക്കുമെന്ന്. കാരണം ആൾ ഫ്രീ ഏജൻ്റാണ് ഈ സീസണിൽ എൻ്റെ ആകുമ്പോഴേക്കും. കറൻ്റ്ലി ബയൺ മ്യൂണിക്കിലെ ഒരു പ്ലെയറാണ്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഈ വളരെ അനാവശ്യ ഒരു മൂവായിരിക്കും. നമുക്ക് മാർക്ക് ഗൂയി, വിക്ടർ റോക്ക്, ലെവൻഡോസ്കിയൊക്കെ ഉള്ളപ്പം ഒരു ആവശ്യമില്ലാത്തൊരു മൂവായിരിക്കും. സ്പോർട്ട് ഇത് ചുമ്മാ ഫ്രീ ഏജൻ്റ് ആയതുകൊണ്ട് ബാർസലോട്ട് ലിങ്ക് ചെയ്യുമെന്നാണെന്ന് തോന്നുന്നു. ഒരു കാരണവശാലും ബാർസലോണ ഈ പ്രോസ്പെക്റ്റ് നോക്കുന്നതായിട്ട് വേറൊരു സോഴ്സുകളും റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ നടക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. സെൻട്രൽ ഫോർവേഡ് ഇപ്പം ബാർസയുടെ ഒരു പ്രയോറിറ്റിയും അല്ല. അവിടെ നിന്ന് നേരെ നമ്മൾ ലെസ്റ്റർ സിറ്റിയുടെ ടെലിഗ്രാഫൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ലെസ്റ്റർ സിറ്റി നെക്സ്റ്റ് സീസണിൽ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഷുവറാണ് അവരാണെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന നെക്സ്റ്റ് സീസൺ പ്രീമിയർ ലീഗിലോട്ട് വരുമെന്ന്. അങ്ങനെ വരുമ്പോഴേക്കും അവർക്കാണെങ്കിൽ പോയിൻറ്റ്സ് ഡിഡക്ഷൻ നേരിടേണ്ടി വരുമെന്നാണ് ടെലിഗ്രാഫൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അവരാണെങ്കിൽ FFP റൂൾസും മറ്റുമൊക്കെ വയലേറ്റ് ചെയ്തിരുന്നു. പക്ഷേ അവർ ലാസ്റ്റ് സീസൺ റെലഗേറ്റ് ആയതിനാൽ തന്നെ സെക്കൻഡ് ഡിവിഷനിലോട്ട് പോയതിനാൽ തന്നെ അവർക്കാണെങ്കിൽ ഇത് റെലഗേഷൻ്റെ ഫൈൻ കിട്ടിയില്ല. കാരണം അവർ കളിക്കുന്നത് ചാമ്പ്യൻഷിപ്പിലാണല്ലോ. ഇനി തിരിച്ച് പ്രീമിയർ ലീഗിലോട്ട് പ്രൊമോട്ടായി വരുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സാങ്ഷൻസ് കിട്ടുകയും FFP വയലേറ്റ് ചെയ്തതിനും മറ്റുമൊക്കെ ആണെങ്കിൽ സ്പെൻഡിങ് ലിമിറ്റ് വയലേറ്റ് ചെയ്തതിന് അവരെ ആണെങ്കിൽ പോയിൻറ്റ്സ് റിഡക്ഷൻ നെക്സ്റ്റ് സീസൺ നേരിടേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ടെലിഗ്രാഫിക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ നോക്കുകയാണെങ്കിൽ ഡിസർബിയും അതുപോലെ തന്നെ ഹാൻസി ഫ്ലിക്കും എന്നുള്ള 2 ഓപ്ഷൻസ് ബാർസലോണ ഇപ്പം കൺസിഡർ ചെയ്യുന്നില്ല. അഥവാ അവരുമായിട്ടുള്ള മീറ്റിങ്സോ മറ്റോ ഒക്കെ നടത്തി എന്ന് കേട്ടു. അതിനുശേഷം ബാർസലോണ അധികം കൺവിൻസ്ഡ് അല്ല രണ്ടുപേരുടെയും, അതായത് മീറ്റിങ്ങിലും മറ്റുമൊക്കെ ഉള്ള റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടുപേരും കൺവിൻസ്ഡ് അല്ല എന്ന് റൂമറുകൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബാർസലോണയായിട്ട് ലിങ്ക്ഡായി കേൾക്കുന്ന കോച്ച് ഹാൻസി ഫ്ലിക്കാണ്. പക്ഷേ ഹാൻസി ഫ്ലിക്കിൻ്റെ ആയിട്ടുള്ള ഇൻ്റർവ്യൂവിനും മറ്റുമൊക്കെ ശേഷം ഒരു മീറ്റിംഗ് നടത്തിയെന്ന് സ്ട്രോങ് റിപ്പോർട്ടുകളുണ്ട്. അതിനുശേഷം ഒട്ടും ബാർസലോണ തൃപ്തരല്ല. ദയമായിട്ട് ലുക്ക് അറ്റ് അതർ ഓപ്ഷൻസ് എന്ന റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഡിസർബി ഓപ്ഷൻ ബാർസലോണ ഇപ്പം കൺസിഡർ ചെയ്യുന്നില്ല എന്നും കേൾക്കുന്നുണ്ട്. ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഡിസർബി. ഹാൻസി ഫ്ലിക്കും ഇപ്പം ഫസ്റ്റ് ചോയ്സ് അല്ല, അദ്ദേഹത്തിലുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു വരുന്നു എന്നാണ് ഇപ്പം ചില റിപ്പോർട്ടുകൾ കേൾക്കുന്നത്. അവിടെ നമ്മൾ നേരെ നാപ്പിളിലോട്ട് പോവുകയാണെങ്കിൽ കിച്ചാ കവറസ്കയിലേക്ക് 150 മില്യൺ യൂറോസിൻ്റെ ഒരു പ്രൈസ് ടാഗാണ് നാപ്പിളി ഇട്ടിരിക്കുന്നത്. മാർക്കൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ, ക്ലബിന് നെക്സ്റ്റ് സീസൺ കവറസ്കയിലെ വിൽക്കാൻ യാതൊരു പ്ലാനും ഇല്ല. നമുക്കറിയാം ഒസിമൻ 130 മില്യൻ്റെ ഒരു റിലീസ് ക്ലോസ് ഉണ്ട്. ഒസിമൻ നെക്സ്റ്റ് സീസൺ പോകാനായിട്ടുള്ള ചാൻസ് വളരെ ഹൈ ആണ്. ദേ ഡോണ്ട് വാണ്ട് ടു സെൽ ദ 2 സൂപ്പർ സ്റ്റാർസ് ഇൻ ദ സെയിം വിൻഡോ. അതിനാൽ തന്നെ കവറസ്കയിലേക്ക് 150 മില്യനാണ് അവരിട്ടിരിക്കുന്ന പ്രൈസ് ടാഗ്. തൽക്കാലം നെക്സ്റ്റ് സീസണിൽ വിൽക്കാനായിട്ട് പ്ലാനും ഇല്ല. വേണമെങ്കിൽ 150 മില്യനാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നതെന്നാണ് മാർക്ക പറയുന്നത്. അവിടെ നേരെ നമ്മൾ സിഞ്ചങ്കോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സിഞ്ചങ്കോയിൽ ന്യൂക്കാസിലും ബയൺ മ്യൂണിക്കും ഇൻട്രസ്റ്റഡ് ആണെന്ന് റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. ആർസണൽ 33 മില്യൺ പൗണ്ട്സാണ് ഈ 27കാരനായ യുക്രൈനിയൻ ലെഫ്റ്റ് ബാക്കും അതുപോലെ തന്നെ മിഡ്ഫീൽഡും കളിക്കുന്ന ഈ പ്ലെയറിന് വേണ്ടി ഡിമാൻഡ് ചെയ്യുന്നതാണ് കേൾക്കുന്നത്. ന്യൂക്കാസിലും ബയൺ മ്യൂണിക്കും സിഞ്ചങ്കോനെ നോക്കുന്നതായിട്ട് ഫുട്ബോൾ ട്രാൻസ്ഫേഴ്സും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടുന്ന് നേരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലിവർപൂളും ഡോർട്ട്മുണ്ടും PSG നമുക്കറിയാം പോർട്ടോയുടെ മിഡ്ഫീൽഡറായ അലൻ വരേലയിൽ വളരെ ഇൻട്രസ്റ്റഡ് ആണ്. ഫുട് മെർക്കാട്ടോ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് 60 മില്യൺ പൗണ്ട്സിൻ്റെ ഒരു റിലീസ് ക്ലോസ് ഉണ്ട്. ഏകദേശം 70 മില്യൺ യൂറോസിൻ്റെ തൊട്ട് മുകളിൽ വരും ഒരു റിലീസ് ക്ലോസ് ഉണ്ട്. വെറും 8 മില്യൺ യൂറോസിൻ്റെ ഗ്യാരണ്ടീഡ് ഫീ പ്ലസ് ആഡ് ഓൺസ് ചെറിയൊരു എമൗണ്ട് കൂടെ 15% ഫ്യൂച്ചർ സെയിൽസിൻ്റെ ഒരു പെർസെൻറ്റേജും ബൊക്കയ്ക്ക് ചെല്ലും. അങ്ങനെ ഒരു ഡീലിൽ പോർട്ടോയിലോട്ട് അലൻ വരേല വന്നത്. ഇപ്പം വളരെ ഹൈലി ഡിമാൻഡിങ് ആയിട്ടൊരു മിഡ്ഫീൽഡറായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. ഇൻ്റഗ്രൽ പാർട്ടാണ് പോർട്ടോയുടെ.
നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലിവർപൂളൊക്കെ ആയിട്ട് ലാസ്റ്റ് സമ്മർ ട്രാൻസ്ഫറിൻ്റെ നല്ല ലിങ്ക്സ് ഉണ്ടായിരുന്നു, പക്ഷേ പിന്നീട് അത് കൂൾ ഓഫ് ചെയ്തു. സോ ഇപ്പം ലിവർപൂളൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് പറയില്ല. എന്തായാലും 70 മില്യണോളം യൂറോസ് അദ്ദേഹത്തിന് വേണ്ടി മുടക്കേണ്ടി വരും. സോ ലിവർപൂൾ, ഡോർട്ട്മുണ്ട് ആൻഡ് PSG ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്ലെയർ എന്നാണ് കേൾക്കുന്നത്. സോ അവിടുന്ന് നേരെ നമ്മൾ നോക്കുവാണെങ്കിൽ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ലിവർപൂളും ആർസണലും മാഞ്ചസ്റ്റർ സിറ്റിയും 29 വയസ്സുകാരനായ കിമിച്ചിന് വേണ്ടി സമ്മറിലൊരു ഒരു ബിഡിംഗ് വാർ നടന്നേക്കാം. നമ്മൾ നോക്കാനാണ് ഇപ്പോഴത്തെ കറണ്ട് ടോപ്പ് 3 ക്ലബ്സ് ലിവർപൂൾ, ആർസണൽ ആൻഡ് മാൻ സിറ്റി ഇൻ പ്രീമിയർ ലീഗ്. ഇവർ 3 പേരും കിമിച്ചിൽ ഇൻട്രസ്റ്റഡ് ആണ്. 29 വയസ്സുകാരനായ ബയൺ മ്യൂണിക് ജർമ്മൻ മിഡ്ഫീൽഡർ. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്പ് തോമസ് ട്യൂച്ചറുമായിട്ട് അധികം നല്ലതല്ല. അദ്ദേഹം കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ കേൾക്കുന്നത്. സോ തോമസ് ട്യൂച്ചർ ഈ എൻഡ് ഓഫ് ദ സീസൺ പോവുകയാണ്. സോ അദ്ദേഹം മനസ്സ് മാറ്റുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ കിമിച്ച് ഒരു മൂവിന് വേണ്ടി ആഗ്രഹിക്കുന്നതായിട്ട് ലാസ്റ്റ് രണ്ട് ട്രാൻസ്ഫറിൻ്റെ ആയിട്ട് റിപ്പോർട്ടുകളുണ്ട്. സോ നമുക്ക് നോക്കാം എന്താവും. എന്തായാലും പ്രീമിയർ ലീഗിലെ ഈ ടോപ്പ് 3 ജയൻസ് അദ്ദേഹത്തിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നാണ് എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ ESPNൻ്റെ ഒരു റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഗാരറ്റ് സൗത്ത്ഗേറ്റും തോമസ് ഫ്രാങ്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ നെക്സ്റ്റ് കോച്ചായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതായിട്ട് ESPN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഷോർട്ട് ലിസ്റ്റിൽ തോമസ് ഫ്രാങ്കിൻ്റെയും ഗാരറ്റ് സൗത്ത്ഗേറ്റിൻ്റെയും പേര് വന്നതായിട്ട് റിപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട്. ESPN ആണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ അവിടെ നിന്ന് നേരെ നമ്മൾ സ്പോർട്ടിൻ്റെ ഒരു റിപ്പോർട്ടിലോട്ട് പോകുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി ജോ ക്യാൻസലോനെ അറ്റ് ഓൾ കോസ്റ്റ് ഈ വരുന്ന സമ്മറിൽ വിൽക്കുക തന്നെ വേണം. അവർക്ക് ലോണിന് ഇനിയും ഒരു ക്ലബിലോട്ടും വിടാനായിട്ട് താല്പര്യമില്ല. സോ നമുക്കറിയാം അദ്ദേഹവും അതുപോലെ തന്നെ പെപ് ഗാർഡിയോളായിട്ടുള്ള റിലേഷൻഷിപ്പ് അധികം സ്ട്രോങ് അല്ല. കൂടാതെ അദ്ദേഹത്തിന് സിറ്റി സ്ക്വാഡിൽ അവസാന സമയത്തൊക്കെ ഒരു ടോക്സിക് ആയിരുന്നു അദ്ദേഹം ആ ഒരു സ്ക്വാഡിൽ തന്നെ, ആ ഒരു ഡ്രസ്സിംഗ് റൂമിൽ. സോ അദ്ദേഹത്തിന് 40 മില്യൺ യൂറോസാണ് മാൻ സിറ്റി ഇട്ടിരിക്കുന്ന പ്രൈസ് ടാഗ്. സോ ഹൂവർ പേസ് ഇറ്റ് അവർക്ക് കൊണ്ടുപോകാം. സോ ഇപ്പം ബാർസലോണ എന്തായാലും 40 മില്യൺ യൂറോസ് കൊടുക്കത്തില്ല എന്നാണ് റിപ്പോർട്ടുകൾ കേൾക്കുന്നത്. അവർക്ക് എങ്ങനെയായാലും 20 മില്യൺ 15 to 20 മില്യൻ്റെ ഇടയ്ക്ക് ഒരു എമൗണ്ട് പേ ചെയ്യാനായിട്ട് ബാർസ റെഡിയാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. സോ സിറ്റിയുടെ ഡിമാൻഡ് 40 മില്യൺ ആണ്. സോ ആരാണോ ഹയസ്റ്റ് ബിഡ് ചെയ്യുന്നത് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. സോ എന്തായാലും ക്യാൻസലോയിൽ മറ്റ് പല ക്ലബ്ബുകളും ഇപ്പോൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. സോ അവിടുന്ന് നേരെ നമ്മൾ നോക്കുകയാണെങ്കിൽ യോർഗൻ ക്ലോപ്പ് ബൈ ദ എൻഡ് ഓഫ് ദി സീസൺ പോവുകയാണല്ലോ. സോ യൂറോ 2024 BBC അതുപോലെ ITV നോക്കുകയാണെങ്കിൽ യോർഗൻ ക്ലോപ്പിനെ പണ്ഡിറ്റായിട്ട് എത്തിക്കാനായിട്ട് അവർക്കിടയിൽ ഒരു ചെറിയ കോമ്പറ്റീഷൻ നടക്കുകയാണ്. സോ BBC ആൻഡ് ITV രണ്ടുപേരും യോർഗൻ ക്ലോപ്പിനെ പണ്ഡിറ്റായിട്ട് നിൽക്കാനായിട്ട് സമീപിച്ചിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം എന്താവുമെന്ന്. അവിടെ നേരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലീഗ് 1 നെക്സ്റ്റ് സീസൺ നമുക്കറിയാം ഇപ്പം ഊബർ ഈറ്റ്സ് ആണല്ലോ അവരുടെ ഒഫീഷ്യൽ സ്പോൺസർ. 19 മില്യൺ യൂറോസിൻ്റെ ഒരു പെർ ഇയർ കോൺട്രാക്റ്റാണ് അവിടെ ഉള്ളത്. സോ അതിനെ എക്സീഡ് ചെയ്തുകൊണ്ട് മക്ഡൊണാൾഡ്സ് ഇപ്പോൾ ഒരു പുതിയ ബിഡ് പിടിക്കും. സോ ഊബർ ഈറ്റ്സ് അല്ല, നെക്സ്റ്റ് സീസൺ മുതൽ മക്ഡൊണാൾഡ്സ് ആയിരിക്കും മെയിൻ സ്പോൺസർ ഓഫ് ലീഗ് 1. സോ ലീഗ് 1 ഊബർ ഈറ്റ്സ് മാറ്റി ലീഗ് 1 മക്ഡൊണാൾഡ്സ് എന്ന് നമുക്കറിയാം വിളിക്കപ്പെടാൻ സാധ്യതയുണ്ട്. സോ അവിടെ നിന്ന് നേരെ നമ്മൾ ഒരു പോസിറ്റീവായിട്ടുള്ള മാൻ യുണൈറ്റഡ് ഫാൻസിനും പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ കോബി മൈനോനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ലോങ് ടൈം കോൺട്രാക്റ്റിലേക്ക് ടൈ അപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ അദ്ദേഹത്തിൻ്റെ കറണ്ട് വേജസ് 20,000 യൂറോസാണ് എ വീക്കാണ്. അത് നേരെ 60,000 യൂറോസ് വീക്കാക്കുകയും 2030 വരെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനും പോവുകയാണെന്നാണ് മിററൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ വളരെ ഇൻറ്റഗ്രലായ ഒരു പ്ലെയറാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഡ് ദേ ആർ ഗോയിങ് ടു എക്സ്റ്റെൻഡ് ഹിസ് കോൺട്രാക്ട്. സോ ഒരു പോസിറ്റീവ് ന്യൂസാണ് മാൻ യുണൈറ്റഡിന്. സോ അവിടെ നമ്മൾ നേരെ ഒരു കാര്യം നോക്കേണ്ടത് PSG യമാലിന് 200 മില്യൻ്റെ ഒരു ഓഫർ കിട്ടുന്നു. ബാർസലോണ അത് റിജക്റ്റ് ചെയ്തെന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സ്പോട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. സോ അതിനെ ഈ സെയിം കാര്യം ഉദ്ധരിച്ചുകൊണ്ട് ഫബ്രീസ് റൊമാനോ പറയുന്നത് PSG ഒരു ഓഫറും യമാലിന് വേണ്ടി വിട്ടിട്ടില്ലെന്നും അത് ഫേക്കാണെന്നും ഫബ്രീസ് റൊമാനോ പറയുന്നുണ്ട്. സോ PSG അറ്റ് ദിസ് മൊമെൻറ്റ് ഒരു ഓഫർ വിട്ടിട്ടില്ല. സോ ബാർസലോണ എന്തു വന്നാലും യമാലിനെ വിക്കത്തിൽ അൺടച്ചബിളായിട്ടാണ് യമാലിനെ വെച്ചിരിക്കുന്നതെന്നും ഫബ്രീസ് റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ സ്പോട്ടിൻ്റെ 200 മില്യൺ ചുമ്മാ അടിച്ചു വിട്ടായിട്ടാണ് തോന്നുന്നത്. അവിടെ നിന്ന് നേരെ ജോസെ മൊറീനോ അവിടെ ഇൻ്റർവ്യൂവിൽ സ്കൈ സ്പോർട്സ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അദ്ദേഹത്തിനോട് നെക്സ്റ്റ് ക്ലബിനെ കുറിച്ചും മറ്റുമൊക്കെ ചോദിച്ചിരുന്നു. സോ അദ്ദേഹം പറഞ്ഞത് ഇഫ് പോസിബിൾ പുള്ളി എത്രയും പെട്ടെന്ന് അതായത് നാളെ തന്നെ വേണേലും മാനേജ്മെൻറ്റിലോട്ട് വരാൻ റെഡിയാണ്, പക്ഷേ റൈറ്റ് ക്ലബ്ബായിരിക്കണം. പുള്ളി ഒരു റോങ് ഡിസിഷൻ എടുക്കാൻ റെഡിയല്ലെന്നും റോമയിൽ നോക്കാനായിട്ടാണെങ്കിൽ ഗ്രേറ്റ് ഇയേഴ്സ് ആയിരുന്നെന്നും 2 യൂറോപ്യൻ ഫൈനൽസിൽ 2 ഇയേഴ്സിൽ അദ്ദേഹം കൊണ്ടുവന്നെന്നും അതാണെങ്കിൽ റോമ പോലത്തെ ഒരു ക്ലബിൻ്റെ ഒരു വലിയ കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സോ അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായാലും അദ്ദേഹത്തിന് ഓഫേഴ്സ് വന്നായിരുന്നു, പക്ഷേ റൈറ്റ് ആയിട്ടുള്ള ഓഫേഴ്സ് അല്ലായിരുന്നെന്നും ഹീ ഈസ് വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ഓഫർ. സോ വളരെ കാമായിട്ട് വളരെ ചിന്തിച്ചിട്ട് റൈറ്റ് ഓഫർ വന്നാൽ മാത്രമേ അത് ഇനിയും വരുന്നുള്ളൂ എന്നുള്ള രീതിയിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എത്രയും പെട്ടെന്ന് മാനേജ്മെൻറ്റിലോട്ട് വരാനാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമെന്നും പറയുന്നുണ്ട്. സോ അടുത്തായിട്ട് കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ന്യൂകാസിൽ പെഡ്രോ നെറ്റോനെ സീരിയസ് ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് മെയിൽ സ്പോട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലിവർപൂളും താരത്തിൽ ഇൻട്രസ്റ്റഡ് ആണ്, നല്ല സ്ട്രോങ് റൂമേഴ്സ് ഉണ്ട്. സോ 60 മില്യൺ പൗണ്ട്സാണ് ഈ പോർച്ചുഗീസ് താരത്തിന് വേണ്ടി വൂൾസ് ഡിമാൻഡ് ചെയ്യുന്നത്. സോ ഈ സീസൺ 2 ഗോളും 9 അസിസ്റ്റും ഒക്കെയാണ് ലീഗിലുള്ളത്. ബട്ട് ഇഞ്ചുറി ഇഷ്യൂസ് ഉള്ള
ഒരു പ്ലെയറാണ്. ഇഞ്ചുറി റെക്കോർഡ് നല്ലോണമുള്ളൊരു പ്ലെയറാണ്. സോ അതാണ് ഒരു പ്രോബ്ലം. ബട്ട് 60 million pounds ഫോർ എ പ്രീമിയർ ലീഗ് പ്രൂവൺ പ്ലെയർ ഈസ് നോട്ട് എ ബാഡ് ഡീൽ. പക്ഷേ ഇഞ്ചുറി റെക്കോർഡ്സ് ആയിരിക്കും ഒരു ഇഷ്യൂ. പക്ഷേ സൂപ്പർ പ്ലെയറാണ്, ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ന്യൂകാസിലാണ് ഇപ്പം ലിവർപൂളിനേക്കാളും ഫ്രണ്ട് റണ്ണേഴ്സ് എന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ. സോ ഇതൊക്കെയാണ് ഇപ്പം ഫുട്ബോളിംഗ് വേൾഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. സോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.